ദൈവം എന്തുകൊണ്ടാണ് ചില ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുന്നത് എന്ന് പരിശോധിച്ചാൽ പ്രധാനമായും അത് ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള വിളിയുടെ ഭാഗമാണ്. ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള വിളിയുടെ ഭാഗമാണിത്. ദൈവം പലതും എടുത്തു മാറ്റുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ അനുഗ്രഹങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. പക്ഷെ ഈ അനുഗ്രഹങ്ങളെല്ലാം നമ്മൾ വിചാരിക്കരുത് എപ്പോഴും എന്റെ കയ്യിൽ ഇരിപ്പുണ്ടാവും എന്ന്. ഹല്ലേലൂയ. 1990 ഡിസംബറിലാണ് ഡിവൈൻ ധ്യാനകേന്ദ്രം തുടങ്ങിയത്. ധ്യാനകേന്ദ്രം തുടങ്ങി 6-7 വർഷം കഴിഞ്ഞപ്പോൾ, 7 വർഷത്തിലധികം കഴിഞ്ഞപ്പോൾ ഏഴ് ഭാഷകളിലുള്ള ധ്യാനമായി അത് മാറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒട്ടേറെ ആളുകൾ ഈ ധ്യാനമന്ദിരത്തിൽ വന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ച് സന്തോഷത്തോടെ മടങ്ങുന്നു. അതുകൊണ്ട് അനേക സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ വരാൻ തുടങ്ങി. ഈ ധ്യാനമന്ദിരത്തിന്റെ പേരും പ്രസിദ്ധിയുമെല്ലാം ഒത്തിരി വളർന്നു. അങ്ങനെ നല്ല പേരിലും പ്രസിദ്ധിയിലും ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ പത്രമെടുത്ത് നോക്കുമ്പോൾ ഈ ധ്യാനമന്ദിരത്തിന്റെ സൽപ്പേര് നശിപ്പിക്കുന്ന ഒരു വാർത്ത വായിക്കാനിടയായി. പെട്ടെന്ന് ഞാൻ ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചു, ദൈവമേ, ഈ ധ്യാനമന്ദിരത്തിന്റെ പേരും പ്രസിദ്ധിയും നൽകിയത് അങ്ങാണ്. ഇപ്പൊ തന്നെ അങ്ങ് ഇത് പിൻവലിക്കാൻ പോവുകയാണോ? ഞാൻ വീണ്ടും അല്പം കൂടെ ഒന്ന് ഓർത്തു. അല്ല, ദൈവം തരുന്ന പല അനുഗ്രഹങ്ങളും ദൈവം പലപ്പോഴായിട്ട് പിൻവലിക്കാറുണ്ട്. ഇവിടെ തന്നെ ഇരിക്കുന്ന ഓരോ വ്യക്തി ആലോചിച്ച് നോക്കൂ. ദൈവം തന്ന പല അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ ദൈവം പിൻവലിച്ചിട്ടില്ലേ? ആരോഗ്യം പിൻവലിക്കപ്പെട്ടവരുണ്ട്, സമ്പത്ത് പിൻവലിക്കപ്പെട്ടവരുണ്ട്, ജോലി പിൻവലിക്കപ്പെട്ടവരുണ്ട്, സൗന്ദര്യം പിൻവലിക്കപ്പെട്ടവരുണ്ട്, ചില ബന്ധങ്ങൾ പൊട്ടിപ്പോയവരുണ്ട്. ദൈവം തരുന്ന പല അനുഗ്രഹങ്ങളും ദൈവം പലപ്പോഴായിട്ട് പിൻവലിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെട്ടെന്ന് എന്റെ മനസ്സിൽ മറ്റൊരു ചോദ്യം ഉയർന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരിക്കലും പിൻവലിക്കുകയില്ല എന്ന് പറഞ്ഞ് ദൈവം ഏതെങ്കിലും ഒരു അനുഗ്രഹം മനുഷ്യന് നൽകിയിട്ടുണ്ടോ? ഈ ചോദ്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ വളരെ പെട്ടെന്നാണ് എനിക്ക് ഉത്തരം കിട്ടിയത്. ഏതാനും ചില തിരുവചനങ്ങളാണ് എന്നെ അതിന് സഹായിച്ചത്. യോഹന്നാൻ 3:16 നമ്മൾ വായിക്കുന്നു, അവരിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനായി തന്റെ ഏകപുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചിരിക്കുന്നു. തന്റെ പുത്രനെ ഇതാ അവിടെ നമുക്ക് തന്നിരിക്കുകയാണ്. യേശുവിനെ ഇതാ നമുക്ക് തന്നിരിക്കുകയാണ്. അവന്റെ പേര് ഇമ്മാനുവേൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോടുകൂടെ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിലെ ഏറ്റവും അവസാനത്തെ വാക്യം, കാലത്തിന്റെ അവസാനം വരെയും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെയും, കൊളോസ്യർക്കാർക്ക് ലേഖനത്തിൽ 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, വിജാതിയരുടെ ഉള്ളിലും യേശു ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്റെയും കൂടെ യേശുവുണ്ട്. പിതാവായ ദൈവം തന്റെ ഓമനപുത്രനായ യേശുവിനെ നമുക്കെല്ലാവർക്കും നൽകിയിരിക്കുകയാണ്. എല്ലാവരുടെയും കൂടെ യേശുവുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ഇല്ലാത്തവരായി ആരുമില്ല. നീ ഏത് മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തിയായാലും യേശു നിന്റെ കൂടെയുണ്ട്. എല്ലാവരുടെയും കൂടെയുണ്ട് യേശു. പ്രായവ്യത്യാസം കൂടാതെ,
മറ്റ് സമൂഹത്തിലെ തട്ടുവ്യത്യാസം കൂടാതെ, ജാതി വ്യത്യാസം കൂടാതെ യേശു എല്ലാവരുടെയും കൂടെയുണ്ട്. ഒന്ന് കൈയടിച്ചേ. ഹല്ലേലൂയ. അപ്പോൾ യേശുവിനെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പിതാവായ ദൈവം പിൻവലിക്കുകയല്ല. എന്നാൽ ദൈവം തരുന്ന ദാനങ്ങളൊക്കെ ദൈവം പലപ്പോഴും പിൻവലിക്കും. യേശുവിനെ ഒരിക്കലും ദൈവം പിൻവലിക്കുകയില്ല. വേറെ വാക്കിൽ പറഞ്ഞാല്, പിതാവായ ദൈവം തന്റെ പുത്രനായ യേശുവിനെ നമുക്ക് നൽകിക്കൊണ്ട് ഒരു ബന്ധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ ബന്ധം ഒരിക്കലും ദൈവം പൊട്ടിക്കുകയില്ല. യേശുവിനെ നൽകിക്കൊണ്ട് നമ്മളിൽ ഉണ്ടാക്കിയ ബന്ധം ഒരിക്കലും ദൈവം പൊട്ടിക്കുകയില്ല. ദാനങ്ങൾ ദൈവം പിൻവലിക്കും. ദാനങ്ങൾ പിൻവലിച്ചാൽ ചില ആളുകളെ പെട്ടെന്ന് അതിന്റെ ഉടമസ്ഥത അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ വളരെ പെട്ടെന്ന് ദൈവത്തിന് നേരെ കോപിക്കും. ദാനങ്ങൾ പോകുമ്പോൾ അവർ ചിന്തിക്കുന്നത് അറിയാവോ? ദൈവം എന്നെ തള്ളിക്കളഞ്ഞു എന്നാണ്. ദൈവം തന്റെ അടുത്തുനിന്ന് പോയി എന്നാണ്. ചിലരുടെ സമ്പത്തെല്ലാം പോയി കഴിയുമ്പോൾ അവരെന്താ പറയുക? അയ്യോ, ദൈവം എന്നെ ഇട്ടിട്ട് പോയി. ആരോഗ്യം പോയവർ അങ്ങനെ ചിന്തിക്കുന്നു. ചില അനുഗ്രഹങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ എന്താ ചിന്തിക്കും? ഓ, ദൈവമൊന്നും എന്റെ കൂട്ടത്തിലില്ല. പരാജയങ്ങളുണ്ടാകുമ്പോൾ മനുഷ്യനെന്ന് പറയും, ഓ, ദൈവം എനിക്കെതിരാ. രോഗം വന്നാൽ, പരാജയം വന്നാൽ, തകർച്ചകൾ വന്നാൽ നമ്മൾ പറയും ദൈവം എതിരാ, എന്റെ കൂട്ടത്തിലൊന്നും ദൈവമില്ല. ഞാൻ മാത്രം പ്രാർത്ഥിച്ച് ദൈവം കേൾക്കുന്നില്ല, ദൈവം എന്റെ കൂടെയില്ല. അപ്പോൾ സഹോദരങ്ങളെ, ദാനങ്ങളുടെ അഭാവം ദൈവത്തിന്റെ അഭാവമല്ല എന്ന് നമ്മൾ ഇന്ന് ഹൃദയത്തിൽ എഴുതി വയ്ക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ചേ. പ്രൈസ് ദി ലോർഡ്. ദാനങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോഴും ദൈവം അടുത്തിരിപ്പുണ്ടാവും. ദാനങ്ങളുടെ അഭാവം ദൈവത്തിന്റെ അഭാവമല്ല. കാരണം യേശുവിനെ ഒരിക്കലും പിതാവ് നമ്മളിൽ നിന്ന് പിൻവലിക്കുന്നില്ല. ദാനങ്ങളൊക്കെ പിൻവലിക്കും. ഏത് ദാനവും ദൈവത്തിന് പിൻവലിക്കാം. പിൻവലിക്കുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ചെകുത്താൻ നമ്മളോട് പറയും, ഇതാ ദൈവം നിന്റെ കയ്യിൽ നിന്ന് പോയെന്നാ പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിനക്കെതിരാണ്. അത് തെറ്റായ ഒരു ആശയമാണ്. ദാനങ്ങൾ എന്തിനാ ദൈവം പിൻവലിക്കുന്നത്? നമ്മൾ കുറച്ചു മുമ്പ് കണ്ടു കഴിഞ്ഞു. ദാനങ്ങൾ പിൻവലിക്കുന്നത് ദൈവമാണ് ദാനത്തിന്റെ ഉടമസ്ഥൻ എന്ന് മനസ്സിലാക്കാൻ. നമ്മൾ അഹങ്കരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ അതിന്റെ യജമാനനാകാൻ പോകുകയാണ്. നമ്മളല്ല അതിന്റെ യജമാനൻ, ദൈവം തന്നെയാണ് അതിന്റെ യജമാനൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ ചില ദാനങ്ങൾ ദൈവം പിൻവലിക്കുന്നത് അതിനേക്കാൾ മെച്ചപ്പെട്ടത് നൽകാനായിട്ടാണ്. ഹല്ലേലൂയ. ചില ദാനങ്ങൾ നല്ലതാണ്, അപ്പോൾ അത് പിൻവലിക്കുമ്പോൾ നമുക്ക് വേദന തോന്നും. പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കുക, നമ്മുടെ കയ്യിരിക്കുന്ന നല്ലത് ദൈവം പിൻവലിക്കുന്നത് അതിനേക്കാൾ നല്ലത് നമ്മുടെ കയ്യിലേക്ക് തരാനായിട്ടാണ്. ഹല്ലേലൂയ. നമ്മുടെ കയ്യിലിരിക്കുന്ന നല്ലത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനേക്കാൾ നല്ലത് കാണാൻ ചിലർക്ക് കഴിയാതെ വരും. ഹല്ലേലൂയ. ഏറ്റവും നല്ലത് കാണാൻ കഴിയാതെ വരുന്നു. കാരണം ചില നല്ലത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുകൊണ്ട്. അതുകൊണ്ട് നല്ലത് നമ്മളിൽ നിന്ന് ദൈവം ചിലപ്പോൾ പിൻവലിക്കും. വേറെ വാക്കിൽ പറഞ്ഞാൽ, ദൈവത്തിന്റെ കയ്യിരിക്കുന്ന ഏറ്റവും നല്ലത് സ്വീകരിക്കുന്നതിന് നമ്മുടെ കയ്യിരിക്കുന്ന നല്ലത് ഒരു തടസ്സമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ചേ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരങ്ങളെ, ദാനങ്ങളൊക്കെ ദൈവം പിൻവലിക്കും. പക്ഷെ യേശു ഒരിക്കലും നമ്മുടെ അടുത്തുനിന്ന് പോകുന്നില്ല. അതുകൊണ്ട് ദൈവം നമ്മളിൽ സ്ഥാപിച്ചിരിക്കുന്നത് ഒരിക്കലും പൊട്ടാത്ത ഒരു ബന്ധമാണ്. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഉറപ്പ്. ഒരിക്കലും പൊട്ടാത്ത ഒരു ബന്ധം ഇതാ അവിടുന്ന് നമ്മളിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ബന്ധം നമ്മൾ അനുഭവിക്കാൻ തയ്യാറാകണം. പ്രിയപ്പെട്ടവരെയും, അതുകൊണ്ട് ദാനങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ നമ്മൾ തിരിച്ചറിയണം. ഒരു ദാനവും നമ്മൾ അതിന്റെ യജമാനനാകാനുള്ളതല്ല. ഒരു ദാനവും അഹങ്കരിക്കാൻ വേണ്ടി ദൈവം തന്നതല്ല. ഒരു ദാനവും മറ്റുള്ളവരെ അടിമയാക്കാനോ പുച്ഛഭാവത്തിൽ കാണാനോ വേണ്ടി ദൈവം നമ്മുടെ കയ്യിൽ തന്നതല്ല. ചില ദാനങ്ങളുടെ പേരിൽ നമ്മൾ സുപ്പീരിയറും മറ്റുള്ളവരെല്ലാം താഴെ കിടക്കുന്ന വ്യക്തികളുമായി ചിലർ കാണുന്നു. പണമുള്ളവൻ പണമില്ലാത്തവന് മുമ്പിൽ നിൽക്കുമ്പോൾ മറ്റവൻ ഒരു ഇൻഫീരിയറായിട്ട് ഒരു അടിമയായി തീരുക. ദൈവം അതിനു വേണ്ടിയിട്ടാണോ നമ്മൾക്ക് ദാനങ്ങൾ നൽകുന്നത്? ദൈവം നമുക്ക് ദാനങ്ങൾ നൽകുന്നത് നമ്മൾ അഹങ്കരിക്കാനല്ല, മറ്റുള്ളവരെ അടിമയാക്കാനല്ല, മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്താനല്ല. ഇതൊന്നും ദൈവത്തിന്റെ പ്ലാനല്ല. ദൈവം നമുക്ക് ദാനങ്ങൾ നൽകുന്നത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാനുമല്ല. ദൈവം നമുക്ക് ദാനങ്ങൾ നൽകിയതിനു പിന്നില് ദൈവം മഹത്വപ്പെടണം എന്നുള്ള പ്ലാനാണ് ദൈവത്തിനുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ദൈവം തരുന്നതിന്റെ പിന്നിലും തരാത്തതിന് പിന്നിലും ദൈവത്തിന് ഒരേ പ്ലാനുണ്ട്. ഹല്ലേലൂയ. ദൈവം എന്തിനാണ് കൈ തന്നത്? ദൈവം എന്തിനാണ് കൈ ഇല്ലാത്തവരെ സൃഷ്ടിച്ചത്? രണ്ടിന്റെയും ഉദ്ദേശം ഒന്ന് തന്നെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കൈ ശോഷിച്ചവനെ തമ്പുരാന്റെ പക്കലേക്ക് യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നിട്ട് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ സംഭവിച്ചത്? ഇവന്റെ മാതക്കന്നാട് തെറ്റുകൊണ്ടാണോ, ഇവന്റെ തെറ്റുകൊണ്ടാണോ, വേറെ ആരെങ്കിലും തെറ്റുകൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചത്? അപ്പോൾ ഇതാ യേശു പറഞ്ഞു, ഇത് ദൈവ മഹത്വത്തിന് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ മഹത്വത്തിന് വേണ്ടിയിട്ടാണ്. ദൈവം തരുന്ന എല്ലാ ദാനങ്ങളും വഴി ദൈവം മഹത്വപ്പെടണം. എന്നാൽ നമ്മളിൽ പലരുടെയും ജീവിതത്തിൽ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇതാ ദൈവം തന്ന ദാനങ്ങൾ നമ്മളെ ഉടമസ്ഥരാക്കി മാറ്റിയിരിക്കുന്നു. ഉടമസ്ഥനായി മാറുക എന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടം നടപ്പാക്കുന്ന വ്യക്തിയായി മാറിയിരിക്കുന്നു. യജമാനനായി മാറിയിരിക്കുന്നു. നമ്മൾ യജമാനനായി മാറിയതുകൊണ്ട് ദൈവത്തിന് തിരുവിഷ്ടം നമ്മൾ അന്വേഷിക്കുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവ തിരുവിഷ്ടം അന്വേഷിക്കണമെങ്കിൽ നമ്മൾ ദാസരായിട്ട് മാറണം. ഒന്ന് കൈയടിച്ചേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ അടിസ്ഥാനപരമായി നമ്മുടെ മനോഭാവത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകണം. ജീവിതത്തിന് നേരെയുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ മാറ്റം ഉണ്ടാകണം. നമ്മുടെ പ്രവൃത്തിയുടെ ഒരു മൂലയോ വേറൊരു മൂലയോ മാറിയതുകൊണ്ട് കാര്യമായില്ല. നമുക്ക് ടോട്ടലായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടിൽ തന്നെ മാറ്റം ഉണ്ടാകണം. അബ്രാഹത്തിന്റെയും സാറായുടെയും ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മുഴുവനും ദൈവം മാറ്റിയാണ് ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെട്ടത്. അപ്പൊ അതുകൊണ്ട് ഒരുപക്ഷെ നമ്മളിവിടെ ഇരുന്നുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കും, എന്റെ ദൈവമേ, എല്ലാവരും പള്ളിയിൽ പോകുന്നുണ്ട്, ഞാനും പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, പള്ളിയിൽ പോകാത്ത എത്രയോ പേർക്ക് കുഞ്ഞുങ്ങളുണ്ട്, പള്ളിയിൽ പോകുന്ന എനിക്ക് കുഞ്ഞുങ്ങളില്ല. എത്രയോ പേര് ഇതാ മദ്യപിച്ച് ദൂർത്തടിച്ച് ജീവിക്കുന്നു, ഞാനാണെങ്കിൽ വളരെ മര്യാദക്കാരനായിട്ട് ജീവിക്കുന്നു, എനിക്ക് കുഞ്ഞുങ്ങളില്ല, അവർക്ക് കുഞ്ഞുങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഈ കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തിയിട്ട് എന്താ എനിക്ക് പ്രയോജനമുള്ളത്? ഞാൻ മര്യാദക്കാരനായി ജീവിച്ചിട്ട് എന്താ എനിക്ക് പ്രയോജനമുള്ളത്? വളരെ തോന്നിവാസിയായി ജീവിക്കുന്നവർക്ക് ഇതാ ഇഷ്ടം പോലെ പിള്ളേര്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
പിന്നെന്താ എനിക്കിങ്ങനെ വരുന്നതിന്റെ കാരണം എന്താണ്? അപ്പോൾ ഈ രീതിയിലുള്ള വളരെ ഒരു ബാലിശമായ ഒരു പരിശോധനയുടെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ അതല്ല നോക്കേണ്ടത്. അടിസ്ഥാനപരമായി ചില കാര്യങ്ങളിൽ നമുക്ക് ഈ ധ്യാനത്തിലൂടെ ഒരു മാറ്റം ഉണ്ടാകണം. എന്റെ ജീവിത വീക്ഷണം എന്താണ്? ഞാൻ കൈ ശോഷിച്ചവന്റെ കാര്യം പറഞ്ഞല്ലോ. കർത്താവ് പറഞ്ഞെന്താണ്? ഇത് ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ്. ദൈവം കൈ തരുന്നതും ദൈവമഹത്വത്തിന് വേണ്ടിയിട്ടാണ്. കൈ തരാതിരിക്കുന്നതിനാണ് ദൈവം മഹത്വപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൽ കണ്ടുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വ്യക്തികളായി നമ്മൾ മാറണം. ഹല്ലേലൂയ. പാപത്തിന്റെ വിപരീതം എന്താണ് എന്ന് ചോദിച്ചാൽ സർവ്വസാധാരണമായി നമ്മൾ പറയും പാപത്തിന്റെ വിപരീതം പുണ്യമാണ് എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാല് റോമർ 1 വായിച്ചു കഴിയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. പാപത്തിന്റെ വിപരീതം എന്ന് പറയുന്നത് ദൈവസ്തുതിപ്പാണ്, ദൈവമഹത്വമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ടോ? ദൈവത്തെ സ്തുതിക്കുന്നുണ്ടോ? ഇതാണ് ചോദ്യം. ദൈവം മഹത്വപ്പെടണം. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ദൈവം തരുന്നതും എടുക്കുന്നതും ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ അത് ദൈവത്തിന്റെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ അത് ദൈവത്തിന്റെ കയ്യിൽ കണ്ടുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ തയ്യാറാകണം. ദൈവമാണ് ഇതിന്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമ്മുടെ ശരീരങ്ങളെ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകൂടെ കൈ ഉയർത്തി കൈയടിച്ചേ. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ജീവൻ വരുന്നത് എവിടുന്നാണ്? നമ്മൾ ബൈബിളിന്റെ ആദ്യ ഭാഗത്ത് കാണുകയാണ്, ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ മെനഞ്ഞ് അതിൽ തന്റെ ജീവശ്വാസം ഊതി, അങ്ങനെ അത് സജീവ മനുഷ്യനായി മാറി. ജീവൻ അവിടുന്ന് ആ മണ്ണിൽ നിക്ഷേപിച്ചു. ജീവൻ വരുന്നത് ദൈവത്തിൽ നിന്നാണ്. അവിടുന്ന് ജീവനാണ്. ജീവന്റെ ഉറവിടം എപ്പോഴും എപ്പോഴും ദൈവം തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, മണ്ണിന്റെ ഏതെങ്കിലും മിടുക്കുകൊണ്ടല്ല അത് മനുഷ്യനായത്. ദൈവം അതിൽ ജീവൻ നിക്ഷേപിച്ചുകൊണ്ടാണ്. നിന്റെ ശരീരം മണ്ണ് പോലെ നിർജീവമാണെങ്കിൽ പോലും ദൈവത്തിന് നിന്റെ ശരീരത്തിൽ ജീവൻ വയ്ക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാറായുടെ വന്ധ്യമായ ഗർഭപാത്രത്തില് ദൈവത്തിന് ജീവനെ വയ്ക്കുവാൻ കഴിയുമെങ്കിൽ വന്ധ്യമായ എന്റെ ശരീരത്തില് ദൈവത്തിന് ജീവൻ വയ്ക്കാനായിട്ട് കഴിയും. കാരണം ജീവൻ വരുന്നത് ദൈവത്തിൽ നിന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ലാസറിന്റെ കുഴിമാടത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. ഈശോ പറഞ്ഞു, ഈ കല്ലൊന്ന് എടുത്തു മാറ്റുക. പെട്ടെന്ന് അവിടെ നിൽക്കുന്നവർ പറഞ്ഞു, അയ്യോ, ചീഞ്ഞ മണം വരും. എന്താ ഇതിന്റെ കാര്യം? ഇതെല്ലാം പുഴു തട്ടിക്കൊണ്ട് പോയിരിക്കുക. എന്ത് കാണാനാ ഇത് കല്ലെടുത്ത് മാറ്റിയിട്ട്? മാംസമെല്ലാം ഇപ്പോൾ ചീഞ്ഞഴിഞ്ഞ് പുഴുക്കൾ തിന്നു കഴിഞ്ഞു. ഷെയ്പ്പൊന്നും കാണാൻ പറ്റിയല്ല. അസ്ഥിപചരം കാണാൻ വേണ്ടിയിട്ട് പിന്നെ എന്തിനാ കല്ലെടുത്ത് മാറ്റുന്നത്? ചീഞ്ഞ മണം വരും. പ്രയോജനമില്ലാത്തൊരു കാര്യമാണിത്. പക്ഷേ ഈശോ ആ വീടിന് മുറ്റത്ത് കാലുകുത്തിയപ്പോൾ ഈശോ ഒരു കാര്യം പറഞ്ഞു, ഞാനാണ്
ജീവനും പുനരുത്ഥാനവും. ഹല്ലേലൂയ. ഞാനാണ് ജീവനും പുനരുത്ഥാനവും. അത് യേശു വ്യക്തമാക്കി. കല്ലറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് യേശു വിളിച്ചു പറഞ്ഞു, ലാസറേ പുറത്തു വരിക. എന്താ സംഭവിച്ചത്? ഇതാ ലാസർ എഴുന്നേറ്റ് വന്നിരിക്കുന്നു. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ധാരണ ഒന്ന് മാറിയില്ലേ? എന്താ ധാരണ? പുഴുക്കൾ തട്ടിക്കൊണ്ടുപോയി ശരീരം മുഴുവനും. പുഴുക്കൾ തിന്നു തീർത്തു. പുഴുക്കൾ തട്ടിക്കൊണ്ടുപോയത് ഇനി എങ്ങനെ കിട്ടുന്നത്? ഇതൊക്കെ പോയി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് പോയ ശേഷം പിന്നെ പുഴുക്കൾ തിന്നു തീർത്തു. ഇനി അങ്ങനെയാ ലാസർ ഉയർക്കുക? പ്രിയപ്പെട്ടവരെയും, ചില ആളുകൾ വിചാരിക്കുക എന്റെ കയ്യിലുള്ളതെല്ലാം ഇതാ തകർന്നു പോയി, മറ്റുള്ളവരുടെ കയ്യിലായിപ്പോയി, എല്ലാം എന്റെ കയ്യിൽ നിന്ന് പോയി, ഇനി അങ്ങനെ എനിക്കൊരു ജീവിതം, എന്റെ ആരോഗ്യം ക്ഷയിച്ചു, അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് സമ്പത്ത് പോയി, അല്ലെങ്കിൽ എന്റെ യൗവനവും നല്ല കാലവും പോയി, കാലം തട്ടിക്കൊണ്ടുപോയി, മറ്റ് വ്യക്തികൾ തട്ടിക്കൊണ്ടുപോയി, രോഗം തട്ടിക്കൊണ്ടുപോയി, ഇതൊക്കെ അവരുടെ കയ്യിലിരിക്കുക. ഇനി കാലത്തിന്റെ ഉള്ളറകളില് ഇത് അസ്തമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി അങ്ങനെ എന്റെ കയ്യിലേക്ക് വരിക? നമ്മൾ ഒരു കാലത്തിന്റെ ഉള്ളറയിലല്ല ഇരിക്കുക, ഇത് ഇരിക്കുന്ന ദൈവത്തിന്റെ കയ്യിൽ തന്നെയാണ്. ഈശോ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, ലാസറേ പുറത്തു വരിക. പുഴുക്കൾ തിന്നുകൊണ്ട് പോയ ഈ ശരീരം ഇപ്പോൾ ലാസർ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പുഴുക്കൾ തട്ടിക്കൊണ്ടുപോയാലും സത്യത്തില് ഇത് ആരുടെ കയ്യിലായിരിക്കുന്നത്? ദൈവത്തിന്റെ കയ്യിൽ തന്നെ ഇരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാത്തിന്റെയും ഉടമസ്ഥനും നാഥനുമായി ദൈവത്തെ കാണാൻ കഴിയുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.